എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ എല്ലാ മനുഷ്യർക്കും. നാം എല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ ഗൾഫിലേക്ക് അടുത്ത് വന്ന ഒരുപാട് എൻ്റെ അനിയന്മാരെ പോലെ കാണുന്ന ഞാൻ ഒരുപാട് കൂട്ടുകാർ വന്നിന്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ രാജാവായിരുന്നു. എപ്പോൾ കിടന്നുറങ്ങണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പോൾ എഴുന്നേൽക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിച്ചത്. നിങ്ങളോട് ചോദിക്കാൻ ആരുമില്ല. നിങ്ങളോട് പണിക്ക് പോകാൻ പറയുന്ന വീട്ടുകാർ, അതുപോലെ നിങ്ങളെ പരിദൂഷണം പറയുന്ന അയൽവാസികൾ, നിങ്ങളെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ നാട്ടുകാർ. അപ്പോൾ ഇവരെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ അറബ് രാജ്യത്തോട്ട് കടന്ന് വന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു മനുഷ്യനായിട്ട് കാണുന്നതാണ്. നാട്ടിൽ നിങ്ങൾ തമ്പുരാനായിട്ടും കാര്യമില്ല, എത്ര വില കുലത്തിൽ ജനിച്ചിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ ഇവിടെ കടന്നു വന്നാൽ ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ മുൻഗണന നിങ്ങളെ മനുഷ്യനായി കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്നതൊരു റൂമിലാണെങ്കിൽ ആ റൂമിൽ 5-8 പേര്, 10 പേര് അല്ലെങ്കിൽ 15 പേരുള്ളതുകൊണ്ട് എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 10 പേർക്കും 10 ക്യാരക്ടറായിട്ടുണ്ടാവും, ഒരുപോലെ ആയിട്ടുണ്ടാവില്ല. അധികം ആളുകൾ നിങ്ങളെക്കാളും വയസ്സിന് മുകളിലുള്ള ആളുകളായിട്ടുണ്ടാവും. അവർക്ക് നിങ്ങളോട് പറയാൻ കുറെ കഥകളുണ്ടാവും, അവരുടെ അനുഭവങ്ങളുണ്ടാവും, ഉപദേശങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഒരു ചെവിയിൽ കേൾക്കാം, മറ്റു ചെവിയിൽ വിടാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കളയാം. നിങ്ങൾ ഒയക്കിന് നിൽക്കരുത്. ഇത് നാടല്ല എന്ന് ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്നുവെച്ചാൽ പല സാഹചര്യത്തിലും പല ആളുകളുണ്ടാവും. സംസാരിക്കുന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ചിലപ്പോൾ വാക്ക് തർക്കങ്ങളുണ്ടാവും. അതൊക്കെ ഒരു സ്പിരിറ്റിലെടുത്തിട്ട് ഒഴിവാക്കേണ്ടതാണ്. അതല്ലാതെ പിന്നെയും തർക്കിച്ച് ഒയക്കുണ്ടാക്കി അല്ലെങ്കിൽ അടിയായി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളാണ് തൂങ്ങുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇത് നാടല്ല. ഏതെങ്കിലും ഒരു ആളെ കൊണ്ടേ നിങ്ങളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാനൊന്നും പറ്റില്ല. നിങ്ങൾ പെട്ടാൽ പെട്ടതന്നെ 100%. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇവിടെ പണി കിട്ടിയാൽ പണിയെടുക്കുക, നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം കാര്യം നോക്കി നടക്കുക. കൂട്ടുകാർ നല്ല തന്നെയാണ്, കൂട്ടുകാർ ഉണ്ടാവും പുതിയതായിട്ട്. ഇപ്പോൾ നാട്ടിലുള്ള കൂട്ടുകാരെയും കൊണ്ട് ഗൾഫിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടുകാരായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൂ, ഭക്ഷണം കഴിക്കാൻ പോയിക്കൂ, നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു 30% നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സേവാക്കിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇവിടെ തന്നെ പണിയെടുക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് നിങ്ങളൊരു 30% നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ, നിങ്ങൾക്ക് വേറെ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി മാറ്റിവെച്ചാൽ 10-15 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ സെറ്റാവാനുള്ളൊരു ചെറിയ പൈസ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കാരണം അന്ന് ഒരു മാസം കിട്ടിയ ശമ്പളം അതേ മാസം തീർക്കാനാണ് നിങ്ങളെ പ്ലാനെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇതേ മണലാരണ്യത്തിൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. ആരുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരു പ്രായത്തിൽ പണിയെടുക്കാൻ വന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നിൽക്കരുത്. മാക്സിമം ഒരു 50-55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിട്ടിട്ട് ഒഴിവാക്കിയിട്ട് പോകാൻ നോക്കണം, ശ്രമിക്കണം. അതിനെന്ത് ചെയ്യണം? ആദ്യം തന്നെ മുൻകരുതലുകളോട് ജീവിക്കണം. പൈസ സേവിങ്സ് ആക്കണം. നിങ്ങൾക്ക് ഒരു 1500 ശമ്പളം ഉണ്ടെങ്കിൽ ഒരു 450 സേവാക്ക് മതി. 2000 ഉണ്ടെങ്കിൽ 600 സേവാക്ക്. 30% നിങ്ങൾ തീർച്ചയായും സേവാക്കണം. ഇത് നാട്ടിലുള്ള സാധാരണ കൂലിപ്പണിക്കാരാണെങ്കിൽ ശരി, കിട്ടുന്നത് 1000 ശമ്പളമാണെങ്കിൽ ആ ശമ്പളത്തിൽ നിന്ന് ഒരു 300 മാറ്റി വെച്ചാൽ 700 നിങ്ങൾ ചിലവാക്കിയാൽ മതി. എനിക്കതുണ്ടാവും. ആ 300 നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു മാസം സേവാക്കിയാൽ 9000 റുപ്യ നിങ്ങളത് അവിടെ സേവിങ്സ് ആവും. അല്ലേ? ഒരുപാട് ആളുകളുണ്ട് എത്രയോ വർഷം ഇവിടെ പണിയെടുത്ത് ഒന്നും നേടാൻ പറ്റാതെ, ഒരു വീട് വരെ വെക്കാൻ പറ്റാത്ത, ഇങ്ങനെ ചിലപ്പം ദൂർത്തെടുത്തതായിരിക്കും, അതല്ലെങ്കിൽ പഠിച്ചോന്നറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ചില ചതിയിൽപ്പെട്ടിട്ട് പൈസ പോയിട്ടുണ്ടാവും. നിങ്ങളേന്ന് പൈസ വാങ്ങാൻ ഒരുപാട് പേരുണ്ടാവും, പക്ഷേ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ രാജാവായിട്ടുണ്ടാവും. ആ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പിച്ചക്കാരെക്കാളും താഴ്ന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ
പൈസ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഒരുപാട് പേര് ആൾക്കാരുണ്ട് പൈസ വാങ്ങിച്ചാൽ തിരിച്ച് തരൂല. ഒരുപാട് ഇങ്ങനെ കളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളെ സ്വന്തം കാര്യമാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞത് മാത്രം. പക്ഷേ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം പൈസ ചിലവഴിക്കാനും. അതുപോലെ നിങ്ങൾക്ക് നാട്ടിലയക്കുമ്പോഴേക്കും ചിലവഴിക്കും, നാട്ടിലേക്ക് അയക്കുമ്പോഴേക്കും ചോദിച്ചിട്ട് ആവശ്യത്തിനുള്ളതല്ലാത്ത അനാവശ്യമായിട്ട് അയച്ചാൽ, നിങ്ങൾ ഒരു മാസം 10,000 അയച്ചാലും അതും തീർക്കാൻ വീട്ടുകാർക്ക് അറിയാം, 20,000 അയച്ചാൽ അതും തീർക്കാനറിയാം. നിങ്ങൾ എത്ര അയക്കുന്നു അതിനനുസരിച്ച് ജീവിക്കാൻ നാട്ടിലുള്ളവർക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വളരെ സുഖസുന്ദരമായി ജീവിക്കാം, അല്ലെങ്കിൽ പൈസ ഇഷ്ടം പോലെ കിട്ടും എന്ന ധാരണയിലൊന്നും നിൽക്കേണ്ട. കഷ്ടപ്പാടുണ്ടാവും, എല്ലാവിധ കഷ്ടപ്പാടുണ്ടാവും. 13-14 മണിക്കൂർ പണിയെടുത്താലേ ശമ്പളം കിട്ടും. മനസ്സിലായില്ലേ? അതല്ലാതെ പണിയെടുക്കാതെ ശമ്പളം കിട്ടും. ഇവിടെ പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ മരത്തിനെ തേടി പോകല്ല. മനസ്സിലായില്ലേ? ഓക്കെ, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? ഓക്കെ, ഇത്ര തന്നെ പറയാനുള്ള, വേറൊന്നും പറയാനുള്ള. നിങ്ങൾ ദേഷ്യം ഇനി എത്ര വന്നാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യരുത്, കയ്യാൻ കളി പാടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉണ്ടാവില്ല. ഓക്കെ.